വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എണീറ്റ് അരി അടപ്പിലിട്ടിട്ട് കുറച്ചു നേരം ഒന്ന് കിടക്കാമെന്നും പറഞ്ഞൊന്ന് പോയി കിടന്നു. ഉറങ്ങിപ്പോയി. എണീറ്റപ്പോഴോ മണി 5:45. ചടകടയിൽ എണീറ്റ് വന്ന് കുറച്ച് ചിയ സീഡ്സ് വെള്ളത്തിയിട്ട് ഇച്ചിരി നാരങ്ങാനീരും പിഴിഞ്ഞ് വെച്ചിട്ട് എനിക്ക് കഴിക്കാനുള്ളത് അങ്ങോട്ട് മാറ്റിയെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഇട്ടിട്ട് പോയിരുന്ന ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാർത്ത് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു മെഴുക്കുവരട്ടി അങ്ങ് തട്ടിക്കൂട്ടി. അതിൻ്റെ കൂടെ തന്നെ ഒരു ചമ്മന്തി അങ്ങ് അരച്ച്. ഇന്ന് ഇറച്ചി മീനോ മുട്ടയോ ഒന്നുമില്ല കേട്ടോ ഇന്ന് ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ പുറത്ത് പോയി ഇല വെട്ടിക്കൊണ്ട് വന്ന് ചോറിന് കൊണ്ടുപോകാനുള്ള പൊതി അങ്ങ് കെട്ടാമെന്ന് വിചാരിച്ചു. ഇലയും വെട്ടിക്കൊണ്ട് വന്ന് പെട്ടെന്ന് തന്നെ വാട്ടി ചോറും കോരി ചമ്മന്തിയും മെഴുക്കുവരട്ടിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കുറച്ച് കാന്താരിയും കൂടെ അങ്ങ് വെച്ച് പൊതി അങ്ങ് റെഡിയാക്കി. എത്ര കറിയുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ കെട്ടിയവന് കാന്താരി വേണം കേട്ടോ. അതുകൊണ്ട് കാന്താരിയും കൂടെ ചോറിൻ്റെ കൂട്ടത്തിൽ വെച്ചങ്ങ് കൊടുത്തു. മീനിന് പകരം ഇറച്ചിക്ക് പകരം മുട്ടയ്ക്ക് പകരം കാന്താരിയും കടിച്ച് കൂട്ടട്ടെ. പൊതി റെഡിയാക്കി സെറ്റാക്കി എടുത്തപ്പോഴത്തേനും ആദ്യക്കൂട്ടൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. അവൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സീന കേട്ടോ. അവൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അവന് മൊബൈൽ വേണം. അതും എൻ്റെ മൊബൈൽ വേണം, അച്ഛൻ്റെ ഫോൺ തന്നെ വേണം. പിന്നെ അവൻ ഭയങ്കര ബഹളമായിരിക്കും. ചേട്ടായി കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും ഞാൻ പൊതിയെല്ലാം സെറ്റ് ചെയ്ത് ബാഗിനകത്ത് വർക്കിംഗ് ഡ്രസ്സും എല്ലാം എടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനൊരു വിധമൊക്കെ അവനെ പറഞ്ഞു നിർത്തി. വണ്ടി എടുത്ത് വെച്ചപ്പോഴത്തേനും പുള്ളിക്കാരൻ ചാടി അങ്ങ് ചെന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് വാങ്ങിക്കൊണ്ട് വരേണ്ട പാപ്പത്തിൻ്റെ കണക്കാണ് പറയുന്നത് കേട്ടോ. ഡയറി മിൽക്കും മിൽക്കി ബാറും പുളിമുട്ടായിയൊക്കെ വേണമെന്ന് പറഞ്ഞ് ടാറ്റയും കൊടുത്ത് ചാച്ചനെ യാത്രയാക്കുന്നുണ്ട്. പക്ഷെ തിരിഞ്ഞു വരുമ്പോൾ എൻ്റെ മോൻ ആകെപ്പാടെ വിഷമിച്ചാണ് വരുന്നത്. ഞാൻ പിന്നെ ഒരുവിധം കാക്കയെ പൂച്ചയെ പാട്ടൊക്കെ പാടി എൻ്റെ മടിയിലിരുത്തി നോക്കിയപ്പോൾ അതാ വീണ്ടും പാറു ചേച്ചിയുടെ കൂടെ പോയി കിടന്ന് പുള്ളിക്കാരൻ ഉറക്കമായി. ഞാൻ വിചാരിച്ചെന്നാൽ ഉറങ്ങട്ടെ, ഉറക്കമല്ലേ. ആ സമയം കൊണ്ട് പാറൂസിനെ കഴിച്ചിട്ട് പോകാനുള്ള മാഗി റെഡിയാക്കാമെന്ന് കരുതി ഞാൻ അടുക്കളയിലൊക്കെ പോകും. പെട്ടെന്ന് തന്നെ മാഗി റെഡിയാക്കാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഞാൻ പല്ല് തേക്കാനായിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടോയെന്നൊന്ന് നോക്കി. ഹാവ് ഭാഗ്യം, വെള്ളം വന്നിട്ടുണ്ട്. ഇവിടെ പഞ്ചായത്തിൻ്റെ പൈപ്പാണ് കേട്ടോ, നമ്മുടെ സ്വന്തമല്ല. വെള്ളം വരുമ്പോൾ കിട്ടിയാലായി, കിട്ടിയില്ലാലായി. ഇല്ലെങ്കിൽ പിന്നെ കുളിയില്ല, ജപമില്ല, നനയില്ല ഒന്നും. പെട്ടെന്ന് തന്നെ വെള്ളം നിറയാൻ വേണ്ടി ടാങ്കിലോട്ട് ഓസ് ഇട്ടിട്ട് ഞാൻ പല്ലും തേച്ച് കയറി ചെന്നപ്പോഴത്തേനും മാഗി റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കെടുത്ത് വെച്ചിരുന്ന ചിയ സീഡ്സ് കുടിച്ചിട്ട് പിന്നെ പാറൂസിനെ റെഡിയാക്കി കൊണ്ടുപോകാനുള്ള ഇടം നോക്കി. അവളെ റെഡിയാക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് കരിയാപ്പിലയും കിട്ടി. വീട്ടിൽ വന്ന് ഞാനും ആദ്യക്കുട്ടനും കൂടെ അവന് കുറച്ച് മിച്ചറും ഞാൻ കുറച്ച് മാഗിയും കുറച്ച് കുക്കുമ്പറും കൂടെ കൂടി അതിൻ്റെ കൂടെ കഴിച്ചു. കട്ടൻ ചായയും കുടിച്ചു. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.